നമസ്കാരം. കോൺഗ്രസിന്റെ പല പ്രമുഖരായ നേതാക്കളും ഇന്ന് ബിജെപിയിലാണ്. AICC വക്താവായിരുന്ന ടോം വടക്കന്റെ കാലുമാറ്റം ഒറ്റപ്പെട്ടതല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മോദി അധികാരത്തിലെത്തിയ ശേഷം കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലെത്തിയത് 100ഓളം നേതാക്കളാണ്. കോൺഗ്രസ് നേതാക്കളെ കൂട്ടത്തോടെ കാവ്യ പുതപ്പിച്ചാണ് ഷായും കൂട്ടരും ത്രിപുരയിൽ 2.5 പതിറ്റാണ്ട് നീണ്ടുനിന്ന ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച് അധികാരത്തിലേറിയത്. അരുണാചലിലും മണിപ്പൂരിലും ഗോവയിലും ഇതേ തന്ത്രം ഫലം കണ്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞതോടെ അമിത്ഷായും BJPയും ഇതര പാർട്ടികളുടെ നേതാക്കളെ താമരയ്ക്ക് കീഴിൽ അണിനിരത്താനുള്ള തീവ്ര ശ്രമത്തിലാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ മാത്രം കൂടുമാറിയത് 15ഓളം കോൺഗ്രസ് നേതാക്കളാണ്. ഇവർ BJPയിലേക്കാണ് പിന്നെ എത്തിയത്. അവസാനം ബംഗാളിലെ ഒരു CPM MLA കൂടി കാലുവാരി BJPയിലെത്തിയതോടെ ഇടതുമുന്നണിയും ഞെട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിന് ചെയ്യുന്ന വോട്ട് BJPക്ക് നൽകുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് കേരളത്തിൽ UDFനെതിരെ ക്യാമ്പയിൻ നടത്താൻ ഇരുന്ന LDFനും ഇത് ശക്തമായ തിരിച്ചടിയായി. പണവും പദവികളും വാരിയെറിഞ്ഞ് അമിത്ഷായും കൂട്ടരും ചാക്കിടൽ തുടരുമ്പോൾ ചങ്കിടിക്കുന്നത് കോൺഗ്രസിൻ്റെതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കൊടുമ്പിരി കൊള്ളുന്ന ഈ സമയത്തും കോൺഗ്രസിൽ നിന്ന് 15ഓളം നേതാക്കളാണ് BJPയിലേക്ക് കൂറുമാറിയത്. ഗുജറാത്ത് നിയമസഭയിൽ കഴിഞ്ഞ ഒറ്റ ആഴ്ച കൊണ്ട് 3 കോൺഗ്രസ് MLAമാർ രാജിവെച്ച് BJPയിൽ ചേർന്നിരുന്നു. ജാംനഗർ റൂറൽ MLA വല്ലഭ് ധാരാവിയെയാണ് ഒടുവിൽ MLA സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസ് നേതാവായിരുന്ന പാർസോത്തം സബരിയെയും ഈയിടെ BJPയിൽ ചേർന്നിരുന്നു. മാർച്ച് 8-ന് ത്രങ്കാദ്രയിലെ MLA സ്ഥാനം സബരിയ രാജിവെച്ചിരുന്നു. ജലസേചന പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സബരിയയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജയിലിലായിരുന്ന സബരിയയ്ക്ക് ഫെബ്രുവരിയിലാണ് ഗുജറാത്ത് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. കർണാടകയിൽ 2 ദിവസം മുൻപാണ് ഒരു കോൺഗ്രസ് നേതാവ് കൂടി BJPയിലെത്തിയത്. കോൺഗ്രസ് നേതാവായ A. മഞ്ജുവാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയിലേക്ക് ചേക്കേറിയത്. സംസ്ഥാന നിയമസഭയിൽ 3 തവണ MLA ആയ മഞ്ജു BJP ടിക്കറ്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നാണ് വിവരം. മഞ്ജു അനുയായികളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. അസമിലെ 2 കോൺഗ്രസ് നേതാക്കളാണ് കഴിഞ്ഞ ദിവസം BJPയിലെത്തിയത്. മുൻ മന്ത്രി ഗൗതം റോയ്, മുൻ MP കിരിപ് ചാലിഹ എന്നിവരാണ് BJPയിലേക്ക് പോയത്. സംസ്ഥാന കോൺഗ്രസിലെ പ്രമുഖരായ ഇവർ അടുത്ത ദിവസം ഗുവാഹത്തിയിൽ നടക്കുന്ന ചടങ്ങിൽ BJPയിൽ ചേരും. സിൽച്ചാർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു ഗൗതം റോയ്. സിൽച്ചർ ലോക്സഭാ സീറ്റ് BJP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസിന്റെ സൂക്ഷ്മ ദേവാണ് സിൽച്ചാർ MP. അസമിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയിയുടെ കടുത്ത വിമർശകനാണ് മുൻ MP കൂടിയായ കിരിപ് ചാലിഹ. മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാക്കളാണ് ഇരുവരും. ഇരുവരുടെയും കൂറുമാറ്റം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാക്കും. മഹാരാഷ്ട്രയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും MLAയുമായ കാളിദാസ് കോലംബളക്കാറാണ് BJPയിൽ ചേർന്ന പ്രമുഖൻ. ഓഫീസിന് പുറത്തെ കോൺഗ്രസിന്റെ ചിഹ്നങ്ങൾ മാറ്റി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ വലിയ ചിത്രവും കാളിദാസ് സ്ഥാപിച്ചു കഴിഞ്ഞു. 6 തവണ MLA ആയി കാളിദാസ് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ശിവസേനയിലായിരുന്നു. കാളിദാസ് മാത്രമല്ല, BJPയുമായി അടുത്ത ബന്ധമുള്ള പല കോൺഗ്രസ് നേതാക്കളും ഉണ്ടെന്നും വഴിയെ അറിയാമെന്നും മന്ത്രിയും BJP നേതാവുമായ ഗിരീഷ് മഹാജൻ പറഞ്ഞു. മഹാരാഷ്ട്ര നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് രാധാകൃഷ്ണ വിഖേ പട്ടേലിന്റെ മകൻ സുജയ് വിഖേ പട്ടേലും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നിരുന്നു. കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്നാൽ ഫലത്തിൽ BJPക്ക് വോട്ട് ചെയ്യുക കൂടിയാണെന്ന് കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന CPMനുള്ള വലിയ തിരിച്ചടിയായത് ബംഗാളിൽ CPM MLA BJPയിൽ ചേർന്നതാണ്. CPM നേതാവും MLAയുമായ ഖഗേൻ മറുവാണ് കാലുമാറി പാർട്ടിയെ ഞെട്ടിച്ചത്. തൃണമൂൽ MP അനുപം ഹസ്രം BJPയിലെത്തിയതിന് പിന്നാലെയാണ് CPM MLA മർമുവും BJPയിലെത്തിയത്. ബിർഭം ജില്ലയിലെ ബോൾപൂർ മണ്ഡലത്തിൽ നിന്നുള്ള MP-യാണ് ഹസ്ര. പാർട്ടി അണികൾ പലരും കൂറുമാറുമ്പോഴും ബംഗാളിൽ നേതൃത്വത്തിൽ നിന്ന് കൂറുമാറ്റം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതും തുടങ്ങിയത് CPMനെ ഞെട്ടിച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിമാരും മുൻമന്ത്രിമാരും MPമാരും അടക്കം 100-ലേറെ പ്രമുഖ നേതാക്കളാണ് 5 വർഷത്തിനിടെ BJPയിലെത്തിയത്. ഈ പട്ടികയിലെ പുതിയ പേരാണ് ടോം വടക്കൻ. മുൻമന്ത്രിമാരായ SM കൃഷ്ണ, വിജയ് ബഹുഗുണ, ജഗദാംബിക പാൽ എന്നിവർക്ക് ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് പോകാൻ ഒട്ടും മടിയുണ്ടായില്ല. UPയിലെ PCC പ്രസിഡന്റായിരുന്ന റീത ബഹുഗുണ ജോഷി ഇപ്പോൾ യോഗി ആദിത്യനാഥ് മന്ത്രിസഭയിൽ മന്ത്രിയാണ്. തെലങ്കാനയിലെ കോൺഗ്രസ് നേതാവും ആന്ധ്ര മുൻ ഉപമുഖ്യമന്ത്രിയുമായ ദാമോദർ രാജ നരസിംഹ റെഡ്ഡിയുടെ ഭാര്യ പത്മിനി റെഡ്ഡി ഇപ്പോൾ BJP നേതാവാണ്. UP മന്ത്രിസഭയിൽ AK ആന്റണിക്കു കീഴിൽ പ്രതിരോധ സഹമന്ത്രിയായിരുന്ന റാവു ഇന്ദ്രജിത് സിംഗ് ഇപ്പോൾ BJP നേതാവും മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയുമാണ്.